എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ ചന്ദ്ര മണ്ഡപം വിട്ടു പോയത്. ഈ വീട്ടിലെ സകലരെയും പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാ അവള് പോയത്. ഇനി എന്തൊക്കെയാണാവോ കാണേണ്ടി വരിക. ആ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ അവൾ തിടുക്കം കാണിച്ചപ്പോഴെങ്കിലും നമ്മൾ അപകടം മനസ്സിലാക്കണമായിരുന്നു. അതെങ്ങനെയാ? അത്ര ഭംഗിയായിട്ടല്ലേ അവൾ അഭിനയിച്ചത്? നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചന്ദ്ര ഇപ്പൊ സിദ്ധുവിന്റെ ഭാര്യ. ഒരു ഭാര്യയുടെ സകല അവകാശങ്ങളും അധികാരങ്ങളും ചന്ദ്രയ്ക്ക് ഇപ്പൊ പുറത്തെടുക്കാം. അതവൾ എടുക്കുന്നു തന്നെയാ എനിക്ക് തോന്നുന്നത്. അത് ഏത് വിധത്തിലാണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. സിദ്ധുവിന് ദോഷം വരുന്നതൊന്നും ഞാനിതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇത് എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു കളഞ്ഞു. അല്ല, പറഞ്ഞതുപോലെ അവളെവിടെ ആ ചന്ദ്ര? കല്യാണം കഴിഞ്ഞ് താലിയുരി ഇറങ്ങിപ്പോയതാണല്ലോ അവള്. അന്വേഷിക്കണ്ടേ? കാലം അത്ര നല്ലതല്ല. അവള് വല്ല കടുങ്ങയും കാണിച്ചാൽ നമ്മൾ മുഴുവൻ തൂങ്ങേണ്ടി വരും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എവിടെയുണ്ടെന്ന് വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ്. ഈ കുട്ടി ഇതെവിടെ പോയി കിടക്കുക? അച്ഛാ, പോലീസിനെ മറ്റും അറിയിക്കണോ? വേണ്ട, വരട്ടെ. നമ്മളോട് പ്രതികാരം ചെയ്യണമെന്നാണല്ലോ അവൾക്ക്. അങ്ങനെ ഒരു തോന്നലുള്ള സ്ഥിതിക്ക് വേറെങ്ങും പോകാൻ സാധ്യതയില്ല. അവൾ ഇവിടെ തന്നെ തിരിച്ചു വരും, ഈ വീട്ടിൽ.